നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് 88 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മേക്കടമ്പിൽ ടാങ്കർ ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം, 2 പേർക്ക് പരിക്ക്. അപകടം ചൊവ്വാഴ്ച രാത്രി 8:30 കാർ യാത്രികർക്കാണ് പരിക്കേറ്റത്. കോതമംഗലത്ത് യുവാവിനെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അശമനൂർ സ്വദേശി ബോണിറ്റ് ബെന്നിയാണ് മരിച്ചത്. കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ആനിക്കാട് ചിറപ്പടിയിൽ തെരുവുനായ ആക്രമണം, കാൽനട യാത്രികന് പരിക്കേറ്റത്. അടുപ്പടമ്പ് ശാസ്താംകുന്നൽ ഉണ്ണികൃഷ്ണന് ആശുപത്രിയിൽ ചികിത്സ തേടി. ഗതാഗത നിയന്ത്രണം ഫലപ്രദമാക്കാൻ ട്രാഫിക് വാർഡന്മാർ, 20ഓളം ട്രാഫിക് വാർഡന്മാരാണ് നിയോഗിച്ചിരിക്കുന്നത്. വെയിലിലും മഴയിലും കടമനിരതരായി വാർഡന്മാർ. ഡീസൽ പ്രവിശ്യ പെറ്റ്സ് ക്യാമ്പിന് മൂവാറ്റുപുഴയിൽ തുടക്കം. ക്യാമ്പ് നടക്കുന്നത് സെന്റ് അഗസ്റ്റിൻസ് GHSൽ. ഫാദർ ഡോക്ടർ തോമസ് പോത്തനമ്പടി ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ മനുഷ്യമഹാശൃംഖല മോർണിംഗ് വാക്ക് സംഘടിപ്പിച്ച DYFI. കിടക്കക്കര പമ്പ് ജംഗ്ഷൻ മുതൽ വൺ വേ ജംഗ്ഷൻ വരെയാണ് മോർണിംഗ് വാക്ക് സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. മേക്കടമ്പിൽ ടാങ്കർ ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. മേക്കടമ്പ് പള്ളിത്താഴത്ത് ചൊവ്വാഴ്ച രാത്രി 8:30 അപകടമുണ്ടായത്. അപകടത്തിൽ കാർ യാത്രികരായ മേക്കടമ്പ് മലയപ്പുറത്ത് സജീവൻ, മകൻ അഭിജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. മൂവാറ്റുപുഴയിൽ നിന്ന് കോലഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറിയും കോലഞ്ചേരി ഭാഗത്തു നിന്ന് മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. സജീവനെയും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അഭിജിത്തിനെയും നാട്ടുകാർ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോതമംഗലത്ത് യുവാവിനെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അശമനൂർ സ്വദേശി ബോണിറ്റ് ബെന്നിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോതമംഗലത്ത് യുവാവിനെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അശമനൂർ സ്വദേശി അണക്കൽ ബോണിറ്റ് ബെന്നിയെയാണ് കോതമംഗലത്തെ സ്വകാര്യ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുറച്ചു നാളുകളായി യുവാവും മുക്കന്നൂർ സ്വദേശിയായ യുവതിയും ലോഡ്ജിൽ താമസിച്ചു വരികയായിരുന്നു. ബുധനാഴ്ച രാവിലെയാണ് യുവാവിന് അനക്കമില്ലെന്ന് യുവതി റിസപ്ഷനിൽ അറിയിച്ചത്. തുടർന്ന് ജീവനക്കാർ കോതമംഗലം പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഫോറൻസിക് സംഘം എത്തി പരിശോധന പൂർത്തിയാക്കിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ. ഡെയിൻസ് യൂണിസെക്സ് സലൂൺ, ഓപ്പോസിറ്റ് ബിസ്മി ഹൈപ്പർ മാർക്കറ്റ്, വൺ വേ ജംഗ്ഷൻ, മൂവാറ്റുപുഴ. ആനിക്കാട് ചിറപ്പടിയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ കാൽനട യാത്രികന് പരിക്ക്. ചൊവ്വാഴ്ച രാവിലെ 6 ചിറപ്പടിയിലാണ് തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. അടുപ്പടമ്പ് ശാസ്താംകുന്നൽ ഉണ്ണികൃഷ്ണനാണ് നായയുടെ കടിയേറ്റത്. കടിയുടെ മുന്നിൽ നിൽക്കുകയായിരുന്ന ഉണ്ണികൃഷ്ണനെ ഓടിവന്ന നായ കടിക്കുകയായിരുന്നു. കാലിൽ മുറിവേറ്റ ഉണ്ണികൃഷ്ണൻ ആശുപത്രിയിൽ ചികിത്സ തേടി. നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഫലപ്രദമാക്കാൻ കടമനിരതരായി ട്രാഫിക് വാർഡന്മാർ. മെട്രോ നഗരങ്ങളിൽ ഗതാഗതം നിയന്ത്രിച്ച് പരിചയമുള്ള 20ഓളം ട്രാഫിക് വാർഡന്മാരെയാണ് നഗരത്തിൽ എത്തിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴ നഗരവികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം ഫലപ്രദമാക്കാൻ കർമ്മനിരതരായി ട്രാഫിക് വാർഡന്മാർ. ഗതാഗതം സുഗമമായി നിയന്ത്രിക്കാൻ മെട്രോ നഗരങ്ങളിൽ ഗതാഗതം നിയന്ത്രിച്ച് പരിചയമുള്ള 20ഓളം ട്രാഫിക് വാർഡന്മാരെയാണ് നഗരത്തിൽ നിയോഗിച്ചിരിക്കുന്നത്. വിമുക്ത ഭടന്മാർ, ട്രാഫിക് വാർഡൻ ഡ്യൂട്ടി ചെയ്ത് പരിചയമുള്ള വനിതകൾ തുടങ്ങിയവരാണ് നിരത്തിലിറങ്ങി സേവനമനുഷ്ഠിക്കുന്നത്. മൂവാറ്റുപുഴ ട്രാഫിക് പോലീസിന്റെ കീഴിലാണ് വാർഡന്മാരുടെ പ്രവർത്തനം. നഗരത്തിലുടനീളം വൺ വേ സമ്പ്രദായം, ബൈപ്പാസ് സംവിധാനം തുടങ്ങിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതോടെ നിരത്തിലിറങ്ങുന്ന വാഹനയാത്രക്കാർ ദിശയറിയാതെ ബുദ്ധിമുട്ടിലാണ്. എന്നാൽ ഈ സാഹചര്യങ്ങളിൽ സംയോജിതമായി ഇടപെട്ട് യഥാക്രമം നിർദ്ദേശങ്ങൾ നൽകി ട്രാഫിക് വാർഡന്മാർ ആശ്വാസമാകുകയാണ്. റോഡുകൾ സംയോജിക്കുന്ന എല്ലാ കവലകളിലും വാർഡന്മാരുടെ സേവനം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്ന അതേ ജോലി തന്നെയാണ് ട്രാഫിക് വാർഡന്മാരും ചെയ്യുന്നതെന്നും പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും ട്രാഫിക് SI KP സിദ്ദിഖ് പറഞ്ഞു. 20ഓളം ട്രാഫിക് വാർഡന്മാരെടുത്തിട്ടുണ്ട്. അവർ എറണാകുളം സിറ്റിയിലെല്ലാം വർക്ക് ചെയ്ത് പരിചയമുള്ള ആളുകളാണ്. അവർ വർക്ക് വളരെ സുരക്ഷിതമായ വർക്ക് അവർ ചെയ്യുന്നത്. കാരണം പോലീസിന്റെ അതേ ഡ്യൂട്ടി തന്നെയാണ് ട്രാഫിക് വാർഡന്മാരും ഈ കനത്ത ചൂടിലും മഴയത്തും എല്ലാം ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ജനങ്ങൾ അവർ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് സമയം പാലിച്ച് വാഹനം ഓടിക്കണമെന്നുള്ളതാണ് അവൻ്റെ അഭ്യർത്ഥന. പല സ്ഥലത്തും പല ആളുകളും അവരായിട്ട് തട്ടിക്കയറുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ഒഴിവാക്കി പോലീസിൻ്റെ അതേ ഡ്യൂട്ടി തന്നെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായിക്കൊണ്ട് അവർ നിർദ്ദേശങ്ങൾ പാലിച്ച് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമയോടുകൂടി ഈ മോട്ടോർ ടൗണിൻ്റെ ജോലി അവസാനിപ്പിച്ച് ഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടി നമ്മൾ ഒത്തൊരുമിച്ച് മുന്നേറാം. ട്രാഫിക് വാർഡന്മാരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് വേണം നിങ്ങൾ വാഹനം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അവരോട് നിങ്ങൾ സഹകരിക്കണം.
പ്രവർത്തനങ്ങളാലും ഗതാഗത ക്രമീകരണങ്ങളാലും നഗരത്തിൽ ഗതാഗതം സ്തംഭിക്കുമ്പോൾ നിരത്തിലുള്ള ട്രാഫിക് വാർഡന്മാരുടെ സേവനം അഭിനന്ദനാർഹമാണ്. എന്നാൽ ഇവരുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചുള്ള ചിലരുടെ പ്രവർത്തനങ്ങൾ ഗതാഗത കുരുക്കിനും സുഗമമായ വാഹനങ്ങളുടെ സഞ്ചാര തടസ്സത്തിനും ചിലപ്പോഴെങ്കിലും കാരണമാകാറുണ്ട്. കത്തുന്ന വെയിലിലും കാറ്റിലും മഴയിലുമുള്ള കർമ്മനിരതരായുള്ള ഇവരുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ് പൂർണ്ണമായുള്ള ഗതാഗത നിയന്ത്രണത്തിനിടയിലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിലും മൂവാറ്റുപുഴ നഗരത്തിലെ ഗതാഗതം സുഗമമായി നടക്കുന്നത്. കരാറടിസ്ഥാനത്തിൽ 2 മാസത്തേക്കാണ് നിയമിച്ചിരിക്കുന്നതെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ ഇവരുടെ സേവനവും ദീർഘിപ്പിച്ചേക്കും. നിർമ്മല കോളേജ്, മൂവാറ്റുപുഴ, എറണാകുളം. An inspiring journey into the future. DCL തൊടുപുഴ പ്രവേശിയുടെ 3ാമത് ത്രിദിന പെറ്റ്സ് ക്യാമ്പിന് മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. കോർഡിനേറ്റർ റോയി ജെ കല്ലറിങ്ങാട്ട് പതാക ഉയർത്തി. ഫാദർ ഡോക്ടർ തോമസ് പോത്തനാമൊഴി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. 23-ന് രാത്രി 8:45-ന് ഡീൻ കുര്യാക്കോസ് MP കിക്കൌട്ട് 2025-26 ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന വ്യാപകമായി ലഹരിക്കെതിരെ ഡിവൈഎഫ്ഐ നടത്തുന്ന ക്യാമ്പയിനുകളുടെ ഭാഗമായി ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യമഹാശൃംഖലയുടെ പ്രചരണാർത്ഥം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മോർണിംഗ് വാക്ക് സംഘടിപ്പിച്ചു. കിഴക്കേക്കര പമ്പ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മോർണിംഗ് വാക്ക് വൺ വേ ജംഗ്ഷനിൽ സമാപിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ മാത്യു, ഡിവൈഎഫ്ഐ മുൻ ബ്ലോക്ക് സെക്രട്ടറി സജി ജോർജ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് ആർ രാഗേഷ് എന്നിവർ പ്രസംഗിച്ചു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. BJP ഈസ്റ്റ് ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ അംബേദ്കർ ജയന്തി സെമിനാർ സംഘടിപ്പിച്ചു. കർഷക മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ജയസൂര്യൻ ഉദ്ഘാടനം ചെയ്തു. അംബേദ്കറെ ചേർത്ത് പിടിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരാണെന്ന് ജയസൂര്യൻ പറഞ്ഞു. ജില്ലാ, മണ്ഡലം, പഞ്ചായത്ത് ഭാരവാഹികൾ സെമിനാറിൽ പങ്കെടുത്തു. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.